വൈകാതെ തന്നെ ആൻസർ ചെയ്യുന്നതുമാണ്. റെപ്രസെന്റേറ്റീവ്മാരും മറ്റ് കസ്റ്റമേഴ്സിനെ സഹായിക്കുന്നതിൽ തിരക്കിലാണ്. ദയവായി കോൾ ചെയ്യുക. കസ്റ്റമർ കെയറിലേക്ക് സ്വാഗതം. ഷൈദ വിത്ത് മേ ഹെൽപ്പ് യു? ഹലോ. യെസ് പറയൂ സർ. മലയാളം അറിയോ നിങ്ങൾക്ക്? അറിയാലോ. പിന്നെ ഞങ്ങൾക്ക് ഇതിപ്പോ നാട്ടിലേക്ക് വിളിക്കുമ്പോഴേക്കില്ല ഈ പൈസ കൊറേ പോകുന്നു, എന്ത് സംഗതി അറിയുന്നില്ല. നാട്ടിലേക്ക് വിളിക്കുമ്പോൾ മിനിറ്റിന് 2 ദിറംസ് 40 ഫിൽസും ആണ്. അപ്പൊ മിന്നെ അങ്ങനെ അല്ലാഞ്ഞല്ലോ, മിന്നെ ഇപ്പൊ 30 പൈസ ബാക്കി ഉണ്ടെങ്കിൽ പോകുന്നുണ്ടായല്ലോ. അതിപ്പോ ഇന്ന് മെഞ്ഞാന്ന് മുതൽ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് 2 ദിറംസ് 40 ഫീൽസ് ഉണ്ടെങ്കിൽ മാത്രമേ നാട്ടിലേക്ക് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മറ്റു കോളിലേക്കല്ല എങ്ങനെ ഇപ്പൊ ഇവിടുന്ന് ഇപ്പൊ എനിക്കിപ്പോ ബഷീറിനാമിട്ട് വിളിക്കണമെങ്കിൽ ഒഞ്ചി തന്നെ ഇത്തി സ്ഥലത്ത് തന്നെ എങ്ങനെ വേറെ ഇവിടുന്ന് വിളിക്കുകയാണെങ്കിൽ 30 പൈസ മതി. അതന്നെ ഇപ്പൊ എന്റെ ചങ്ങായിമാരിലെല്ലാം ഫോൺ ഉണ്ട് ഇവിടെ ഇതുപോലെ തന്നെ. അപ്പൊ അതിലേക്ക് വിളിക്കാനും 2 രൂപ പോവോ? ഇല്ല അതിൽ വിളിക്കാൻ 30 ഫിൽസ്. എത്ര? 30 പൈസ. അല്ല വേറെന്തോ പറഞ്ഞല്ലോ 30 ഫിൽസ്. ഫിൽസ് എന്ത്? അത് ഇംഗ്ലീഷിൽ പറഞ്ഞതാ. അപ്പോ പിന്നെ എന്റെ ഇപ്പൊ ബലമായ സംശയം എന്തെന്നറിയോ, ഇന്നലെ 1 രൂപ 40 പൈസ ഉണ്ടായിന്. അപ്പൊ ഈ 1 രൂപ 40 പൈസ ഉണ്ടെങ്കിൽ പിന്നെ നാട്ടിലേക്ക് കോളെല്ലാം പോയിക്കൊണ്ടുണ്ടായിന്. ആദ്യം പോവായിരുന്നു, ഇപ്പൊ അതന്നെ ഞാൻ പറഞ്ഞോർന്നേ. ഇപ്പൊ ഈ 2 മണി തൊട്ട് 4 മണിയോളോ നിങ്ങൾ എന്തോ പറയലുണ്ടല്ലോ ഇതിനെ കുറച്ചോ പാതി പൈസന്ന്. ഉണ്ട്. അപ്പോ പാതി പൈസ ഇപ്പൊ ക്യാൻസൽ ചെയ്യാ? ഇല്ല, പകുതി പൈസ ഉണ്ടല്ലോ ഇപ്പോഴും. ഇപ്പൊ 2 മണി മുതൽ 4 മണിയോളോ എങ്ങനെ? അത് 1 ദിറംസ് 89 പൈസയും. അതെന്ത് ഇപ്പൊ ഇത്ര പെട്ടെന്ന് വില കൂട്ടിയെന്ത്? വില കൂട്ടിട്ടൊന്നുമില്ല, ആദ്യം ഇങ്ങനെയായിരുന്നു. അല്ലപ്പാ അതെ 2 രൂപ 40 പൈസ ഒന്നും ഉണ്ടായിട്ടാലോ. അത് പിന്നെ അത് ഇപ്പൊ മുതലേ തുടങ്ങിയതാ സർ. പൈസ വില കൂട്ടിയതൊന്നുമല്ല, ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് 30 പൈസ ഉണ്ടെങ്കിൽ മിസ് കോൾ അടിക്കായിരുന്നു. പിന്നെ ഹലോ, പിന്നെ ഇപ്പൊ ഈ ബാറാള് ഇപ്പൊ ഞാനിപ്പോ ബാറാൾക്ക് വിളിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളോട് വിഷയം പറഞ്ഞോണ്ട് എങ്ങനെ ഇപ്പൊ ഞാൻ നിങ്ങളോട് വിഷയം പറയുന്നുള്ളത്. അപ്പൊ എനിക്കിപ്പോ വേറെ ഒരാൾ വിളിക്കുമ്പോൾക്ക് ഈ ഫോണിൽ ഇങ്ങനെ ഇത് കാണിക്കുന്നല്ലോ ഇപ്പൊ വേറെ ആൾ വിളിക്കുന്നുള്ളതിനെ. എന്തോ അതിനെ പറയുന്നു, എന്തോ ഒരു ഓണാക്ക് എന്ത് അതന്നെ. അപ്പൊ അതിനെ ഓണാക്കിട്ട് വെക്കാൻ എന്താക്കണോ? അത് ഓണാക്കണോ? ഈ സെയിം മൊബൈൽ തന്നെയാ വേണ്ടത്? എന്റെ മൊബൈൽ തന്നെ, പിന്നെ വേറെ ആളെ മൊബൈലിലാക്കിയെങ്കിൽ എങ്ങനെ? ഇതെന്റെ മൊബൈല്. ഹലോ സാറിന്റെ മൊബൈൽ അൽവാസലല്ലേ ഇത്? അല്ല എന്റെ നോക്കിയ. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളുടെ മൊബൈലിൽ നിന്ന് സ്റ്റാർ 43 മലയാളത്തിൽ പറയും, ഇംഗ്ലീഷ് അറിയാലോ. സ്റ്റാർ 43 എന്ത് സ്റ്റാർ 43 പിന്നെ ലാസ്റ്റ് നക്ഷത്രം മറ്റേ ഫസ്റ്റ് മറ്റേ ഇത് സ്റ്റാർ പിന്നെ 43 പിന്നെ ഒരു സ്ക്വയർ കാണില്ലേ 9 നമ്പറിന്റെ അടിയിൽ? 9ന്റെ അടിയിൽ മറ്റേ എന്തോ മുകളിൽ 2 പേര് താഴെ 2 പേര്. അതന്നെ, മുകളിൽ 2 പേര് താഴെ 2 പേര്. അതാ അതന്നെ, അത് പ്രസ് ചെയ്യാ പിന്നെ വിളിക്കുക. അതന്നെ ഇപ്പൊ സ്റ്റാർ. അപ്പോ ഇനി എന്തെങ്കിലും ഇതാ മിറ്റ് കൊടുക്കും നിങ്ങൾ? പൈസ മിറ്റ്? ഇല്ലല്ലോ, പൈസ ഒന്നുമില്ല, ഫ്രീ ആണ്. അതെ, ഒന്നും കൂടി പറഞ്ഞ എന്തല്ലോ? സ്റ്റാർ 43 ആഷ് കീ. സ്റ്റാർ 43 ആഷ് കീ. അതന്നെ സ്റ്റാർ 9ന്റെ അടിയിലുള്ള 2 വര ഇല്ലേ? അതന്നെ സ്റ്റാർ ഞാൻ പറയുന്നേ. പിന്നെ 4 3 അടിക്കണോ അല്ലേ? അതെ അല്ല അതന്നെ 4 പ്രാവശ്യം 3 അടിക്കണോ? അയ്യോ വേണ്ട. പിന്നെ 4 3 ഹലോ സ്റ്റാർ അടിക്കുക, പിന്നെ നമ്പർ 4. അങ്ങനെ നമ്പർ 43. 43 പിന്നെ ആഷ് അടിക്കുക. പിന്നെ 9ന്റെ അടിയിൽ 2 വര ഇല്ലേ? അത്. അതല്ലേ? അതെ. അപ്പൊ പിന്നെ ഈ വേറെ മറ്റേ ഇതുണ്ടല്ലോ ഈ എന്തിപ്പോ അതിനെ പറയുന്ന ഈ എനിക്കിപ്പോ ഈ ആവുമയില് എന്റെ ചങ്ങായി ഉണ്ട് കദീറയിലിട്ട്. ഹലോ പറയൂ സർ. അപ്പൊ എനിക്ക് എന്തിപ്പോ ഇന്റർനെറ്റ് എല്ലാം എടുത്ത് തന്നിന്. ഇന്റർനെറ്റ് ഉണ്ടല്ലോ നിങ്ങളുടെ മൊബൈലില്? ഉണ്ട് അല്ല? അപ്പൊ അതിനെ ഇപ്പൊ ഓൺ ആക്കിട്ട് വെക്കുന്ന എങ്ങനെ?
ഓണാക്കി വെക്കുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒരു സെറ്റിംഗ്സ് അയച്ചു തരാം. അത് മൊബൈലിൽ സേവ് ചെയ്യാം. അപ്പൊ ഇത് ആക്കുന്നെന്തിൽ കൊറിയറിലാ? ഹലോ 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 സർ. ആ അത് ഞാൻ ഇവിടുന്ന് ഒരു സെറ്റിംഗ്സ് അയച്ച് അത് മൊബൈലിൽ സേവ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് മൊബൈൽ ഇന്റർനെറ്റ് കണക്ട് ആയിക്കോളും. അല്ല എന്ത് ആക്കുന്നത് ഇപ്പൊ നിങ്ങൾ കൊറിയർ ആക്കുന്നതാ? കൊറിയർ അല്ല, മൊബൈൽ മെസ്സേജ് ആക്കുന്നയാ? അതെ. ആയി അപ്പോ പിന്നെ വേറൊന്നുമില്ല. ഓക്കെ. വേറൊന്നുമില്ലല്ലോ? ഇല്ല. താങ്ക് യു ഫോർ കോളിംഗ് ടു സ്ലാറ്റ്. ഹാവ് എ നൈസ് ഡേ. ബൈ. ഓക്കെ, താങ്ക് യു.